ഹലോ, എൻ്റെ പേര് ആർച്ച. ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്. ജസ്റ്റ് ജബാ തിങ്സ് എന്നാണ് പേര്. എനിക്കൊരു ബൊട്ടീക്കുണ്ട്. ഒരു ചെറിയ ബൊട്ടീക്കാണ്. തുടങ്ങിയിട്ട് ഒരു 6 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലും ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ടി വരുമെന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കാരണം റീസെൻ്റ്ലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു. അപ്പോൾ അതിൽ കമൻറ്റ് ബോക്സാണ് എന്നെ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് കേട്ടോ. വേറൊന്നുമല്ല, അത് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. സാരിയുടെ വീഡിയോ ഇട്ടിട്ട് അത് അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നു. നമുക്ക് 3K ഒരു സാരി ചെയ്യാൻ പറ്റുമോ, അപ്പോൾ ഈ ഒരു സാരി നമ്മൾ അണ്ടർ 5K അല്ല 5Kയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കാര്യം, ഈ ഒരു ഓർഡർ കിട്ടുന്നത് നമ്മുടെ വീടിനടുത്ത് നമ്മുടെ ഷോപ്പിന് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്, നമുക്ക് ആദ്യം എന്നോട് 3Kയിൽ ചെയ്യുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 3Kയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ശരി ഓക്കെ, ഒരു 5Kയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മുടെ കസ്റ്റമർ പറഞ്ഞ റേറ്റിലാണ് നമ്മൾ ആ വർക്ക് എടുത്തത്. അതുപോലെ തന്നെ കസ്റ്റമർ പറഞ്ഞ് നമുക്കൊരു റെഫറൻസ് തന്നു, ഇതുപോലെ ചെയ്താൽ മതി, പുള്ളിക്കാരിക്ക് ഈ ഒരു പോർഷനിൽ വർക്ക് വേണം, ദെൻ മുന്താണി ഭാഗത്ത് കുറച്ച് വർക്ക് വേണം, സ്ലീവ്സിൽ വർക്ക് വേണം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്ലൗസ് സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ റെഫറൻസ് ഏതാണോ ആ റെഫറൻസ് അനുസരിച്ചാണ് നമ്മൾ ആ സാരി ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാനൊരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേറെ ആരുടെയില്ല, ആ ഒരു കസ്റ്റമറുടെ, ആ കുട്ടി തന്നെ ഇട്ടിട്ടുള്ള ഒരു കമൻറ്റാണ്. ആ കുട്ടിക്ക് അത് വർത്തായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് ആ സാരിയില്ലെന്ന് പറഞ്ഞിട്ട്. കാരണം ആ കുട്ടി സ്വന്തമായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാണ്. പേര് ഞാൻ മറന്നുപോയി. അനു സ്വന്തമായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അനുവിന് അതിൻ്റെ എഫേർട്ട് എത്രമാത്രം എടുക്കുന്നുണ്ടെന്ന് അനുവിനറിയാം. അനു പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് കൊണ്ട് തരുന്നത്. പിന്നെ അതൊരു ലാസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം സാരി ചെയ്യാനായിട്ട് ഞങ്ങൾ സാധാരണ രണ്ട് മാസമൊക്കെ ചോദിക്കാറുണ്ട്. ഇത് പിന്നെ സിമ്പിൾ ആയതുകൊണ്ടും നമ്മുടെ അടുത്തുള്ളത് കൊണ്ടും ഏകദേശം 1 മന്ത് കിട്ടിയോ എന്ന് എനിക്ക് ഒട്ടും ഓർമ്മയില്ല. 1 മന്ത് കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാലും നമ്മൾ ആ ഒരു വർക്ക് എടുക്കുന്നു. 5000 റേഞ്ചിൽ വർക്ക് എടുത്തിട്ട് ട്വിൽ നെറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ജോർജറ്റിൽ ചെയ്യുന്നത് പോലെയല്ല നെറ്റിൽ ചെയ്യുന്നത്. നെറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നതിനേക്കാളും ഡബിൾ ടൈം എടുത്താണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ 5000 രൂപ വരുന്നത്. 5000 രൂപയെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ്സ് ഇട്ടിരിക്കുകയാണ്, 5000 രൂപയ്ക്ക് ഇതിലും കൂടുതൽ നല്ല ഡ്രസ്സുകൾ കിട്ടുമെന്നുള്ളത്. കിട്ടത്തില്ലെന്ന് ഞാനും പറയുന്നില്ല. 5000 രൂപയ്ക്ക് നല്ല സാരികൾ കിട്ടും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ്. മാത്രമല്ല ഇത് ഞാൻ ചെയ്യുന്നതല്ല, എനിക്ക് സ്റ്റാഫുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യൻ സ്റ്റാഫിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റാഫ് ആരും പണ്ടത്തെ പോലെ 500 രൂപ 600 രൂപയ്ക്ക് വന്ന് നമുക്ക് വർക്ക് ചെയ്ത് തരുന്നവരല്ല. അവർ എക്സ്ട്രാ ടൈം ഇരുന്നാൽ പോലും അതിനുള്ളൊരു പേയ്മെൻറ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ട്രാവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കറണ്ട് കൊടുക്കുന്നുണ്ട്, അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഷോപ്പ്, ഞാൻ ഒരു ചെറിയൊരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. ഒരു ഷോപ്പ് ഒന്ന് സ്വന്തമായിട്ട് ഓൺ ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി എനിക്കില്ല. അതുകൊണ്ട് തന്നെ റെൻറ്റിന് എടുത്തിട്ടാണ് ഷോപ്പ് നടത്തുന്നത്. ഷോപ്പിന് നമ്മൾ കറണ്ട് ബില്ല് കൊടുക്കണം, സ്റ്റാഫിൻ്റെ വാടക കൊടുക്കണം, സ്റ്റാഫിന് സാലറി കൊടുക്കണം, പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കണം. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ചിലവുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം, എൻ്റെ മിക്ക പ്രോഡക്റ്റിൻ്റെയും റേറ്റ് ഞാൻ ചോദിക്കുന്നവർക്ക് പറയുന്നുണ്ട്. അല്ലെങ്കിൽ മിക്ക വീഡിയോസിനും ഞാൻ ക്യാപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട് 5000 രൂപയുടെ ഡ്രസ്സ്, 10000 രൂപയുടെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതുവരെയും ഡെലിവറി ചെയ്തിട്ടുള്ള ആളുകളൊക്കെയും എനിക്ക് തിരിച്ച് ഫീഡ്ബാക്ക് തരുന്നത്, ചേച്ചി ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഓൾട്ടർനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഓൾട്ടർനേഷൻ ഉണ്ടായിരുന്നു. ഓൾട്ടർനേഷൻ വന്നാൽ കൂടിയും നമ്മൾ കൊടുക്കുന്ന വർക്ക് അവർക്കത് വർത്ത് ആണെന്നുള്ളത് അവരെൻ്റെ അടുത്ത് പറയുന്നുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ തരാം. നമ്മളെ ഒട്ടും കാണാതെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഈ ഓരോ ഓൺലൈൻ ബിസിനസ് നടത്തുമ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു, നമുക്ക് അവർ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അവർ ഒരുപാട് സ്ഥലത്തുകൾ ഇപ്പോൾ അറിയാം, ഒരുപാട് ഓൺലൈൻ ബൊട്ടിക്സ് ഉണ്ട്. അപ്പോൾ തുടക്കക്കാരിയായി എനിക്ക് ഇത്രയും വർക്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അത് ആ റേറ്റ് കുറച്ച് കൊടുത്തിട്ടാണ് എനിക്ക് ആ വർക്കിൽ കിട്ടുന്നത്. തുടക്കമായതുകൊണ്ട് എനിക്കറിയാം, ഞാൻ ഒരുപാട് പൈസ ഇട്ട് കൊടുത്താലേ എനിക്ക് വർക്ക് വരില്ല. അതുകൊണ്ട് വളരെ കുറച്ച് പ്രോഫിറ്റ്. എൻ്റെ മിക്ക വീഡിയോസ് എടുത്താലും അതിനകത്തൊക്കെ എനിക്ക് നഷ്ടം വന്ന വർക്കുകൾ മാത്രമേ ഉള്ളൂ. ഈ റീസെൻ്റ്ലി ഞാനൊരു 2000 രൂപയ്ക്കൊരു ഇതിട്ടിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ 1000 രൂപ പോയി. 3000 രൂപയാണ് എനിക്കായത് ആ വർക്ക് എനിക്ക് ചെയ്ത് തീർക്കാനായിട്ട്. പക്ഷേ ഞാനത് കസ്റ്റമറിന് 2000 രൂപ കൊടുക്കുന്നത്. ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് റേറ്റ് പറഞ്ഞെടുത്താൽ അതേ റേറ്റിന് തന്നെയാണ് ഞാനത് കൊടുക്കുന്നത്. അല്ലാതെ 1 രൂപ പോലും കൂടുതൽ ചോദിക്കത്തില്ല. പിന്നെ എനിക്ക് ഒട്ടും നിൽക്കപ്പുറത്തില്ലാതെ വരുമ്പോഴത്തേക്കും ഞാൻ കസ്റ്റമറിനോട് പറയും 500 രൂപ കൂടുതലായിട്ടുണ്ട്, 1000 രൂപ കൂടുതലായിട്ടുണ്ട്, തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ തരുന്നവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കും. ഇല്ലെങ്കിൽ ഞാനത് കല്ലി വിട്ട് കളയും. കാരണം നമ്മളൊരു റേറ്റ് പറഞ്ഞിട്ടാണല്ലോ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വർക്കുകൾ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ള ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരാൾ പറയാണ്,
അശ്വതി TA5063 എന്നാണ് കേട്ടോ ആ കുട്ടിയുടെ ഇതിൻ്റെ പേര്. ഇതിനോ 5Kയിൽ മീഷോയിൽ നിന്ന് 750 രൂപയ്ക്ക് ഇതിനേക്കാളും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വിത്ത് വർക്ക് സാരി വാങ്ങി കഴിഞ്ഞ ആഴ്ച. കത്തി എന്ന് വെച്ചാൽ ലോക കത്തിയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ പറയുന്നുണ്ട് വേർത്തിട്ടാണ്. 10,000 രൂപയ്ക്ക് ഒരു ഗൗണ് ഞാൻ വേറെ എവിടെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല. അത്രയും ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ 10,000 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട്, വെഡിങ് ഗൗണ്. ആ സാരിക്ക് സത്യം പറഞ്ഞ് നമുക്ക് ഒരു എമൗണ്ട് ആവുമല്ലോ, അതിൽ നിന്നും വളരെ കുറച്ച് എമൗണ്ട് ആണ് ഞങ്ങളത് എടുത്തിട്ടുള്ളത്. കാരണം അതിൻ്റെ ബീഡ്സ് മേടിക്കാൻ അത് കസ്റ്റമൈസ് ആണ് മാൻ. ഓരോ ഡിസൈൻസും അവർ പറയുന്നതാണ്, അവർ പറയുന്ന ബീഡ്സ്, അവർ പറയുന്ന മെറ്റീരിയൽ. ഈ മെറ്റീരിയൽ വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഓട്ടോ കൂലി കൊടുക്കണം, അല്ലെങ്കിൽ ബസ്സിൽ പോകണമെങ്കിൽ ബസ് കൂലി കൊടുക്കണം, മെറ്റീരിയൽസിന് പൈസ ആവും. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ്, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഡിസൈൻ നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ റെഡിമെയ്ഡ് ചെയ്യുമ്പോൾ അതൊരു ബൾക്ക് പ്രൊഡക്ഷൻ ആയിരിക്കും. ഒന്നെങ്കിൽ ഒരു സാരി വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു സാരി കുറഞ്ഞത് ഒരു 500 പീസ് അവർ അടിക്കും, അതിനകത്തുനിന്നാണ് അപ്പോൾ നമുക്ക് 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 500 രൂപയ്ക്ക് സാരി കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഒരാളുടെ ഡിസൈൻ, ഒരാളുടെ അളവെടുത്ത് നമ്മളത് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കസ്റ്റമൈസേഷൻ എന്നാണ് അതിന് പറയുന്നത്. അതിന് റേറ്റ് ആകും. അത് എന്താണ് ഈ ആൾക്കാർക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ ഇരുന്ന് ചുമ്മാ കമൻറ്റ് ഇടാണ്. ഈ കമൻറ്റ് ഇടുന്ന ആളുകാർക്ക് ആർക്കും എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തവരാണ് ഇങ്ങനെ ഇരുന്ന് കമൻറ്റ് ഇട്ട് നിങ്ങളിടുന്ന ഓരോ കമൻറ്റും ബാക്കിയുള്ളവർ കാണുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഒരു ജോലി ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് വീഡിയോസ് കാണുക, ആ വീഡിയോസ് കണ്ടിട്ട് അതിനെ മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് ഇരുന്ന് കമൻറ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ വിഷമിപ്പിക്കാനായിട്ട്, അവരുടെ ബിസിനസ് തകർക്കാനായിട്ട് നോക്കിയിട്ട് കമൻറ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേറൊരു പണിയില്ല, കമൻറ്റ്സ് ഇടുന്നത് മാത്രമാണ് അവരുടെ പണി. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് 24 വയസ്സേ ഉള്ളൂ. എൻ്റെ 24 വയസ്സിൽ ഞാനിപ്പോൾ ഒരു ബൊട്ടീക്കിൻ്റെ ഓണറായി. അത് എന്നെ സംബന്ധിച്ച് ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ്. അവർക്ക് പണിയില്ലാതെ അവരൊന്ന് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ എൻ്റെ പണി നോക്കി എൻ്റെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു. വേറെ എന്താ ഞാൻ പറയാനുള്ളത്? ഒരാൾ അഹങ്കാരം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും വിഷമായ ഒരു കമൻറ്റ് ഉണ്ട് കേട്ടോ. രജിത മോൾ PK, ഈ ചേച്ചി ഞാൻ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കും, എന്നിട്ട് ആ ചേച്ചിക്ക് ഞാൻ എൻ്റെ വീട്ടിലെ കരിക്കല തുണി കൊണ്ട് കൊടുക്കും കേട്ടോ. രജിത മോൾ PK പറയുന്നത് ഇതിലും നല്ലതാണ് എൻ്റെ വീട്ടിലെ കരിക്കല തുണി, കൊള്ളില്ല സത്യം. ഞാൻ ആ ചേച്ചി എടുത്ത് റിപ്ലൈ ഇട്ടിട്ടുണ്ട്. എന്നാൽ ചേച്ചി കരക്കല തുണി എടുത്തിട്ട് കല്യാണത്തിന് പൊക്കൂടെ, അതാകുമ്പോൾ അടിപൊളി ആയിരിക്കുമല്ലോ എന്ന്, നല്ല സെയിലായിരിക്കുമോ എന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ ആ ചേച്ചി പറയുന്നത് എന്താണെന്നറിയാം, അത് ഇതിലും നല്ലതാണ്, ആളുകൾ ശ്രദ്ധിക്കും, അങ്ങനെ ഫേമസ് ആകാലും ഒരു വരി പറഞ്ഞു തന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദിയെന്ന് ചേച്ചി പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഫേമസ് ആയാൽ മതി, കരിക്കല തുണി കൊടുത്തുകൊണ്ട് പോയാലും ചേച്ചിക്ക് ഫേമസ് ആയാൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു ഷോപ്പിന് ഇനാഗ്രേഷൻ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ചേച്ചിയുടെ അഡ്രസ്സെല്ലാം കണ്ടുപിടിച്ച് ഞാൻ ഈ ചേച്ചിയെ വിളിക്കും, ഒരു കരിക്കല തുണി കൊടുക്കും, അതിട്ട് ചേച്ചി ഇനാഗ്രേഷൻ ചെയ്യണം കേട്ടോ, നമ്മുടെ അടുത്ത ഷോപ്പിൻ്റെത്. രജിതമോൾ ചേച്ചി ഇങ്ങനെയൊന്നും ആർക്കും പോയിട്ട് കമൻറ്റ്സ് ഇടരുതേ. പിന്നെ ഫേക്ക് ഐഡിയ ആണോന്ന് എനിക്കറിയത്തില്ല. ഒരു T24 അങ്ങനെ എന്തോ ഒരു ഇത് അവരിട്ടിരിക്കുന്ന മെറ്റീരിയൽ കോസ്റ്റ് 500 രൂപ, വർക്ക് 500 രൂപ, പ്രോഫിറ്റ് 500 to 1000 രൂപ എടുക്കാം. മാക്സിമം റേറ്റ് വരുന്നത് 1500 അല്ലെങ്കിൽ 2000 രൂപ എന്നാണ്. മെറ്റീരിയൽ കോസ്റ്റ് എങ്ങനെയാണ് മാൻ 500-നകത്ത് അത് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളതിനകത്ത് ബ്ലൗസിനകത്ത് ഇട്ടിരിക്കുന്ന സാറ്റിൻ ലൈനിങ് ആണ്. സാറ്റിൻ ലൈനിങ് ഇടണം, അത് പിന്നെ പാഡ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു തയ്ച്ചിരിക്കുന്നത്. അതിനകത്ത് പാഡ് വെക്കണം, പിന്നെ പാഡ് ആകുമ്പോൾ ത്രീ ലൈനിങ് നമ്മൾ കൊടുക്കണം. പിന്നെ വർക്ക് 500 രൂപ. 500 രൂപയ്ക്ക് ആര് ചെയ്തു തരും ഈ ഒരു വർക്ക്? അങ്ങനെയാണെങ്കിൽ ചേച്ചി, ഈ പറഞ്ഞ ചേച്ചിയാണോ ചേട്ടനാണോ എന്ന് എനിക്കറിയില്ല, സോറി. എൻ്റെ ഷോപ്പിൽ വന്നാൽ നമുക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട്. 500 രൂപയല്ല, ഞാൻ ഈ ചേട്ടന് 1000 രൂപ വെച്ച് തരും ഈ വർക്കിന്. അതിൻ്റെ മുന്താണിയിൽ വർക്കുണ്ട്, സ്ലീവിൽ 2 സ്ലീവിലും വർക്കുണ്ട്, ഇവിടെ ഈ ഒരു ബോഡി പാർട്ടിന് ഇത്രയും ഭാഗത്തും വർക്കുണ്ട്. അപ്പോൾ ചേട്ടന് ഞാൻ ഒരു 1000 രൂപ വെച്ച് തരാം, അല്ലെങ്കിൽ ചേച്ചിക്ക് ഒരു 1000 രൂപ വെച്ച് തരാം. എനിക്കൊരു 5 സാരി ഇതുപോലെ ചെയ്തു തന്നാൽ വളരെ വലിയ ഉപകാരമായിരിക്കും. കാരണം ഈ ഒരു വീഡിയോ വൈറലായിട്ട് എനിക്ക് 2-3 ഓർഡർ ഇതിൻ്റെ സെയിം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാളയത്ത് വാ, 250 ഇതിലും നല്ല വർക്കുള്ള സാരി ഞാൻ വാങ്ങിത്തരാം. രമ്യ ജിബിൻ 94 ചേച്ചി, പാളയത്തോട്ട് എനിക്ക് അടുത്താണ് വരാനായിട്ട്. ഈ പാളയത്തിന് ഈ സെയിം സാരി കിട്ടുവാണെങ്കിൽ എനിക്കൊരു 2-3 സാരിയല്ല, എനിക്കൊരു 10 സാരി വേണം. കാരണം എനിക്ക് 500 രൂപ ഇട്ട് കൊടുത്താലും ഷോപ്പിൽ വിറ്റാൽ ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡ്സ് ഉണ്ട് കേട്ടോ, അപ്പോൾ വിറ്റ് പോകുമല്ലോ, എനിക്ക് ലാഭം കിട്ടും. കുറച്ച് കഷ്ടപ്പാടാണ്, ഇപ്പം ഇച്ചിരി ലാഭം വാങ്ങിക്കാമല്ലോ, ഇരട്ടി ലാഭം വാങ്ങിക്കാമല്ലോ. അപ്പം ചേച്ചി പാളയത്ത് എപ്പോഴാണ് വരേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ വരാനായിട്ട് തയ്യാറാണ്. അപ്പോൾ രമ്യ ചേച്ചി എൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും വിടുന്നുണ്ട്. അപ്പോൾ എൻ്റെ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നമുക്ക് പാളയത്ത്
കൂടാ നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് ഇതേ സെയിം സാരി നമുക്ക് വാങ്ങിക്കാം കേട്ടോ. 250 രൂപയ്ക്ക് 10 രൂപയ്ക്ക് വാങ്ങിക്കും. പിന്നെ ചേച്ചി വരുന്നതുകൊണ്ട് ഞാൻ ചായയും പപ്സൊക്കെ വാങ്ങിത്തരും, വെറുതെ അല്ല, ചായയും പപ്സൊക്കെ വാങ്ങിത്തരും കേട്ടോ. അപ്പോൾ ഇത് റോസ്റ്റിംഗ് ഒന്നും അല്ല, എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് പറയണം. നമ്മൾ ബൊട്ടീക്ക് നടത്തുകയാണ്. സാധാരണ ഞാൻ വീട്ടിൽ ഇരുന്ന് ചെയ്യുവാണെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് മാത്രം എടുത്താൽ മതി. പക്ഷേ എനിക്കത് അങ്ങനെ പറ്റത്തില്ല. എനിക്ക് സ്റ്റാഫിന് സാലറി കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന വർക്കിനുള്ള നമുക്ക് എമൗണ്ട് വാങ്ങിച്ചേ പറ്റും. പിന്നെ നിങ്ങൾ താരതമ്യം എൻ്റെ കടയിൽ എൻ്റെ വർക്ക് വാങ്ങിക്കുന്നത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ പൈസ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ വാങ്ങിക്കും. ഞാൻ എത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നു എനിക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന എഫേർട്ടിന് എനിക്ക് ഒരിക്കലും ഫലം കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ പറഞ്ഞ ചേച്ചിയും ചേട്ടന്മാരും ഒക്കെ കമൻറ്റ് ഇട്ട് തളർത്താൻ നോക്കണ്ട, ഇതിൽ നല്ലതായിട്ട് ഞങ്ങൾ വരും. പിന്നെ ഇതെനിക്കൊരു വാശിയായിട്ടുണ്ട് കേട്ടോ. 5000 രൂപയിൽ ഇതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ഞാൻ ചെയ്യും. കാരണം നിങ്ങളുടെ ഈ നെഗറ്റീവ് കമൻറ്റ്സ് എനിക്കൊരു പ്രചോദനമായിട്ടുണ്ട് കേട്ടോ. 5000 രൂപയിൽ നമുക്ക് ഇതിലും കൂടുതൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നറിയോ, നമ്മൾ ഒരു വട്ടം ചെയ്യുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു 5000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ആ കുട്ടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ 5000 രൂപയ്ക്ക് വർക്ക് എടുത്തത്. പക്ഷെ എനിക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് 5000 രൂപയ്ക്കും ഇതേപോലുള്ള സാരി ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇനി രണ്ടാമത്തെ സാരി ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിലും ബെറ്റർ ആക്കാനേ നോക്കുള്ളൂ. അപ്പോൾ ഇത്രയും നെഗറ്റീവ് കമൻറ്റ്സ് കിട്ടിയത് കൊണ്ട് എന്തായാലും നമുക്കിനി ഒരു ടൈം കിട്ടുമ്പോൾ എന്തായാലും ഒരു 1 മന്തിനകം തന്നെ ഇതിലും നന്നായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു 5000 രൂപയുടെ സാരി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ കമൻറ്റ് ചെയ്തവരെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോ, അടുത്തൊരു അടിപൊളി 5000 രൂപയുടെ സാരി ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ബുട്ടീക്കിൻ്റെ പേര് ബ്രൈഡൽ ബ്ലിസ് എന്നാണ്, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ജസ്റ്റ് ജബാ തിങ്സ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.